Hi all, good evening and a very welcome to PsyQuesta BAPCH റിവിഷൻ സീരീസ്. അപ്പോൾ റിവിഷൻ സീരീസിന്റെ ഒരു ഫ്ലാഗ് ഓഫ് ആണെന്ന് തന്നെ പറയാം. ഇവിടുന്ന് അങ്ങോട്ട് റിവിഷൻ സീരീസ് നമ്മൾ ലൈവായിട്ടാണ് കണ്ടക്ട് ചെയ്യുക. റെക്കോർഡിങ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, ലൈവ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുക. പക്ഷെ ഈ ഐസ് ബ്രേക്കിംഗ് സെഷന്റെ റെക്കോർഡിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാനിപ്പം എല്ലാ ഇയറിലും കൂടിയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് എക്സാം എഴുതേണ്ട, ഒരു സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, അപ്പോൾ ഞാനൊരു ആൻസർ ഷീറ്റ് ഞാനായിട്ട് തന്നെ എഴുതി. കാരണം ഒരുപാട് പേർക്ക് ഒത്തിരി ഡൗട്ട് ഉണ്ട്, എത്ര സൈഡ് എഴുതണം അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും, പ്രിന്റഡ് നോട്ടിലുള്ളത് കണ്ടിട്ട് നമുക്ക് ഇത്ര എഴുതിയാൽ മതിയോ, ഒത്തിരി 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 ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് 50 മാർക്കിന്റെ എക്സാം ആണ് വരുന്നത്. ഐ ഷോ യു. ഞാനിപ്പോ BPCC 109 ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഞാൻ എടുക്കാം. 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ BAPCന്റെ കോർ സബ്ജക്ട് കംപ്ലീറ്റ്ലി 50 മാർക്കിനാണ്. ഇലക്ടീവ് പേപ്പർ 100 മാർക്കിനാണ് വരുന്നത്. 100 മാർക്കിന് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇലക്ടീവ് പേപ്പർ എടുക്കുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. 2 ഹവേഴ്സ് ആണ്, അതായത് 2 മണിക്കൂറാണ് എക്സാം വരുന്നത്. അതില് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മെജോറിറ്റിയും 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അപ്പൊ 10 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള 5 നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വരുന്നത്. നോക്കിക്കേ, attempt any 5 questions selecting at least 2 questions from each session. അതായത് 2 സെഷൻ ഉണ്ടാവും. ഓരോ സെഷനും 2 എടുത്ത് എഴുതാം. അതായത് B സെക്ഷനിൽ മാത്രം 5 അല്ലെങ്കിൽ A സെക്ഷനിൽ മാത്രം 5 എഴുതാൻ വേണ്ടി നോക്കരുത്. ഓരോ സെക്ഷനും 2 വെച്ചിട്ടെങ്കിലും എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക്, 10 മാർക്കാണ്. പക്ഷെ 2 സെക്ഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. ചില ക്വസ്റ്റ്യൻസ് നോക്കിക്കേ 4 മാർക്ക് + 6 മാർക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഡിസ്കസ് 4 മെയിൻ ഏരിയാസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് എന്താണ്, കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് 4 മാർക്കും 4 മെയിൻ ഏരിയാസിന് 6 മാർക്കുമാണ് ഉള്ളത്. അപ്പൊ അതിനനുസരിച്ച് വേണം ആൻസർ എഴുതാൻ. ഒന്നുകൂടി പറയാണ്, 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2 സെക്ഷൻ ആയിട്ടാണ്. ഒരു സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ. ഓരോ സെഷനിൽ നിന്നും 2 മിനിമം എഴുതണം. മൊത്തം 5 എഴുതിയാൽ മതി. എല്ലാം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആവും. അതിൽ തന്നെ പാർട്ടായിട്ട് വരാനുള്ള ചാൻസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. വെരി ഗുഡ്. ഇനി ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഇയേഴ്സിനോട് ഞാൻ പറയാണ്, വളരെ കാലമായിട്ട് ടച്ച് വിട്ടവരാണെന്നുണ്ടെങ്കിൽ ഓരോ 1-2 ആൻസർ എങ്കിലും നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പഠിക്കുക. ഒരു ക്വസ്റ്റ്യനിന് മാക്സിമം ഒരു 20 മിനിറ്റ് എടുക്കാനേ പാടുള്ളൂ. 20 മിനിറ്റ് ആണ് നമുക്കിടെ. 2 മണിക്കൂറാണ് ആകെ ഉള്ളത്. 20 മിനിറ്റ് എന്ന് വെച്ചാൽ 5 ക്വസ്റ്റ്യൻസ് എഴുതാൻ കറക്റ്റ് ആണ്. പക്ഷെ 20 ഒരിക്കലും കൂടരുത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ 10-15 പേജ് എഴുതി അടുത്ത ക്വസ്റ്റ്യൻ 2 പേജ് എഴുതി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഓരോ ക്വസ്റ്റ്യൻ 10 മാർക്ക് അതിനെക്കൊണ്ട് ഞാൻ പറയുന്നത് മാക്സിമം 5 സൈഡ്സ് ആണ്. മാക്സിമം 5 സൈഡ്സ്, മിനിമം 4 സൈഡ്സ് മതിയാവും. 4 സൈഡ്സ് അത് വൃത്തിക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഞാനൊരു മോഡൽ, അതാണ് ഇച്ചിരി ലേറ്റ് ആയത്, ഞാൻ സ്വന്തം കൈപ്പടയിൽ ഞാൻ ഇപ്പൊ ഇരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുക. അപ്പൊ മാക്സിമം 20 മിനിറ്റ്സ് അതാണ് ഒരു ക്വസ്റ്റ്യൻ. സോ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഞാൻ ഈ അടുത്തൊക്കെ കുറെ ആഡ്സ് ഒക്കെ കണ്ടു, വാരി വലിച്ചെഴുതിയാൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക്. ഒരിക്കലും ഇതിനും അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. ഇഗ്നോ ആ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യില്ല. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിയെന്ന് വെച്ചിട്ട് മാർക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, ഏത് രീതിയിൽ? അപ്പൊ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ് പഠിച്ചത്. എനിക്ക് എഴുതിയ എക്സാംസിനൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് മാർക്സ് ഒക്കെ കിട്ടാറുണ്ട്. ഈവൻ PGയിലൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് സ്കോർ ആണ് കിട്ടിയത്. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാണ് ക്ലാസ് എടുത്ത് തുടങ്ങിയത്. ഞാൻ സെക്കൻഡ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം മുതൽ അങ്ങനെ തന്നെയാണ്. ഞാനൊരു മോഡൽ, എന്റെ സെമസ്റ്റർ എക്സാമിന്റെ ഒരു മിനിറ്റ്,
ആരൊക്കെയോ അഡ്മിറ്റ് ആവുന്നുണ്ട് ഇടയില്, അതുകൊണ്ടാണ് ബ്രേക്കായി പോകുന്നുണ്ട്. കേൾക്കാവോ? ഇതാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും കയറുകയാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറ്. സെക്കൻഡ് സെമസ്റ്ററിന് എന്റെ ആൻസർ ഷീറ്റ് ഞാൻ അയച്ചുതരാം. വളരെ ക്ലിയർ ആയിട്ട് എഴുതിയാൽ നല്ല മാർക്ക് തന്നെ കിട്ടും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി 10 മാർക്സിന്. ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഒരൊറ്റ എസ്സേ അല്ലെങ്കിൽ 2 എസ്സേ ആണ് ഡിഗ്രി കാലഘട്ടത്തിൽ വരാം 10 മാർക്സിന്. സോ ഒരു 5 സൈഡാണ് ഞങ്ങൾ മാക്സിമം എഴുതാറുള്ളത്. അതിന് ഒരു ഫോർമാറ്റ് ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു എസ്സേ ആണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ, മസ്റ്റ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അതിന്റെ സബ് ഹെഡിങ്സ് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് എടുത്തെഴുതും. അതിനുശേഷം സബ് ഹെഡിങ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതും. അതിനുശേഷം ഒരു കൺക്ലൂഷൻ. ഇപ്പൊ പേപ്പർ നോക്കുന്ന ഒരാൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുമല്ല പോയിന്റ്സ് ആയിട്ട് എഴുതുമ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ സൗണ്ടിൻ്റെത്? സൗണ്ടിൻ്റെത്? പ്രീത ഒരു കാര്യം ചെയ്യോ, ഈ നിങ്ങളുടെ നെറ്റ്വർക്കിനും പ്രശ്നം ഉണ്ടാകുമ്പോ ബ്രേക്ക് ആവും. അപ്പൊ നെറ്റ്വർക്കിന് പ്രശ്നമുള്ളവർ എന്ത് ചെയ്യാം, ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് വീണ്ടും ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു പാറ്റേൺ ഉണ്ട്. എന്താണ്? ഇൻട്രഡക്ഷൻ, സൈഡ് ഹെഡിങ്സ് അങ്ങനെ തന്നെ എഴുതാം, പിന്നെ കൺക്ലൂഷൻ, ആ രീതിയിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് BPCC 109. അപ്പൊ ഇതൊരു ആൻസർ എഴുതേണ്ട രീതി പോലെയാണ്. ഇതെന്റെ പ്രിന്റഡ് നോട്ടിലുള്ള കാര്യമാണ്, എന്നാൽ പോലും ഞാനിത് എന്റെ കൈപ്പടയിൽ എഴുതിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: എലുസിഡേറ്റ് വൈഗോസ്കിസ് പെർസ്പെക്റ്റീവ് ഓൺ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, വൈഗോസ്കി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞതെന്നുള്ള 10 മാർക്കിന്. നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 2022 10 മാർക്കിന് വന്നിട്ടുണ്ട്. ഡിസംബർ 2022 10 മാർക്കിന് വന്നിട്ടുണ്ട്. സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ജൂൺ 2023 5 മാർക്കിനായിട്ടും വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോ ആൻസർ ആയിട്ട് ഞാൻ കൊടുത്തു. ഫസ്റ്റ് ഞാൻ എന്താക്കി, ആദ്യം ഒരു മെയിൻ ടോപ്പിക് ആയിട്ട് വൈഗോസ്കീസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നൊരു ഹെഡിങ് കൊടുത്തു. എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്തു, കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഇതാണ് എന്ത്, നമ്മുടെ ഇൻട്രഡക്ഷൻ. ഇപ്പോ ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഇനി സൈക്കോളജിയുടെ ഏത് തലത്തിലേക്ക് പോയി കഴിഞ്ഞാലും ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രൊമിനന്റ് ആയിട്ടുള്ള 2 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ പിയാഷെയും വൈഗോസ്കിയും. അപ്പോ ഒരു കുട്ടി, ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ബുദ്ധിവികാസം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് കൾച്ചറലി ആണെന്നാണ് വൈഗോസ്കി പറഞ്ഞിട്ടുള്ളത്. കൾച്ചറലി ഓറിയന്റഡ്, അതായത് കൾച്ചറാണ് ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഒരു കണക്കിന് ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ ഇവിടെ ബഹുമാനം കാണിക്കാനാണെങ്കിൽ ടീച്ചറിനെ കാണുമ്പോൾ എണീറ്റ്, അല്ലെങ്കിൽ വലിയവരെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുക, അല്ലെങ്കിൽ കുറച്ച് പ്രായം ഉണ്ട് എന്ന് വെച്ചിട്ട് എന്ത് വായി തോന്നുന്നു വിളിച്ചറിഞ്ഞാലും നമ്മൾ എങ്ങനെയല്ലേ പഠിക്കുന്നത്? മൂത്തവരാണ്, മിണ്ടരുത്, അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? അല്ലെ, കൾച്ചർ അല്ലേ നമ്മളെ, അല്ലെ? അല്ലെങ്കിൽ രാത്രി ഇന്ന സമയം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന ആളുകൾ ചീത്തയാണ്, അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾ ചീത്തയാണ്, പെൺകുട്ടികളെ അടക്കം ഒതുക്കം വേണം, ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ കൾച്ചർ അല്ലേ നമ്മളെ പഠിപ്പിച്ചത്? ഇപ്പൊ നേരെ പുറത്തൊക്കെ പോയതാണെങ്കിൽ അവര് ടീച്ചറിനെ സർ എന്ന് വിളിക്കില്ല, മിസ്റ്റർ ജോൺ, മിസ് ടെറേസ, ഇങ്ങനെയാണ്. അതായത് നമ്മളിവിടെ എന്താണ്, സർ, മാഡം, അല്ലെങ്കിൽ പിന്നെ കാക്ക, ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ടാണ് എന്ത് കാണിക്കുന്നത്? ബഹുമാനം കാണിക്കുക. അപ്പൊ കൾച്ചറാണ് ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത് എന്നാണ് നമ്മുടെ വൈഗോസ്കി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വൈഗോസ്കിയുടെ തിയറി വെച്ച് സൈക്കോളജിയിൽ ഏത് തലത്തിൽ നിങ്ങൾ പോയാലും ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, വൈഗോസ്കിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് 10 മാർക്കിന് വന്നിരിക്കുന്നത്. ഞാനിതേ ഇവിടെ മെയിൻ ഹെഡിങ് എഴുതി, അതിനുശേഷം അണ്ടർലൈൻ ചെയ്തു. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ പാർട്ട്. നോക്കിയേ, ലേ വൈഗോസ്കി എംഫസിസ് ദ എഫക്ട് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ, സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും എഫക്റ്റുകളെ പറ്റിയിട്ടാണ് ലേ വൈഗോസ്കി പറഞ്ഞത്.
His view included a focus on the process of development, collective activities, and importance of making sense of development in the context of cultural and historical context of the child. കണ്ടോ, അദ്ദേഹത്തിന്റെ വ്യൂവില് ഫോക്കസ് കൊടുക്കുന്നത് പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്? കൾച്ചറുമായിട്ട്, കളക്റ്റീവ് ആക്ടിവിറ്റീസ്. അതായത് ഒരു കുട്ടിയുടെ കോഗ്നിഷൻ ഡെവലപ്പ് ചെയ്യുന്നത് അവിടുത്തെ കൾച്ചറാണ്. ആ കുട്ടിയുടെ കളക്റ്റീവ് ആക്ടിവിറ്റീസ്, കൂടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെയാണ് ആ കുട്ടിയുടെ കോഗ്നിഷനെ ഡെവലപ്പ് എടുത്തുന്നത്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ കൾച്ചറാണ് ആ കുട്ടിയുടെ കോഗ്നിഷൻ ഡെവലപ്പ്. കോഗ്നിഷൻ അറിയാലോ, തിങ്കിങ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെയാണ് കോഗ്നിഷൻ ഉള്ളത്. ഇത് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് കൾച്ചറും ആ കുട്ടിയുടെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റുമാണെന്നാണ് വൈഗോസ്കി അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു, there are 3 ways discussed in his theory that help a child in shaping his or her ideas. കേട്ടോ, 3 രീതിയിലൂടെയാണ് ഒരു കുട്ടി അവളുടെ ഐഡിയ അല്ലെങ്കിൽ കോഗ്നിഷനെ ഷേപ്പ് ചെയ്യുന്നത്. 3 ഐഡിയ ഉണ്ട് എന്നാണ് വൈഗോസ്കി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താക്കി, കണ്ടോ, ഈ 3 എണ്ണം ഞാനൊന്ന് എടുത്തെഴുതി വൃത്തിയാവാൻ വേണ്ടിയിട്ടാട്ടോ. They are the zone of proximal development, scaffolding, പ്രൈവറ്റ് സ്പീച്ച്. ഈ 3 കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ കോഗ്നിഷൻ ഷേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് വൈഗോസ്കി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വൈഗോസ്കിയുടെ തിയറിയിൽ എന്തിനാണ് എംഫസൈസ് കൊടുത്തിരിക്കുന്നത്? കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. അതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കുട്ടിയുടെ കോഗ്നിഷൻ ഡെവലപ്പ് ആവണമെങ്കിൽ 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സ്കാഫോൾഡിംഗ്, പ്രൈവറ്റ് സ്പീച്ച്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇത്രയും കാര്യങ്ങൾ 3 ക്ലാസ് ആണെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും എന്നോട് ചോദിക്കാം. ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ ആണ്. ഇത് കണ്ടോ, ഇൻട്രഡക്ഷൻ ഞാൻ എഴുതിയത് 3 പോയിന്റ്സ് ആക്കി എഴുതി. അതിൽ സബ് ഹെഡിങ്സ് ഞാൻ ഒന്ന് എടുത്തെഴുതി. അപ്പൊ പോയിന്റ്സും കൂടി കാണാൻ ഒരു വൃത്തിയില്ലേ? നോക്കിക്കേ, ഇനി ഓരോന്ന് വിശദീകരിക്കാൻ നോക്കിക്കേ, ഓരോന്ന് വിശദീകരിക്കാൻ. ഫസ്റ്റ് വൺ, ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ZPD എന്ന് പറയും. അതായത് ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതും ഒരു സപ്പോർട്ട് കിട്ടി ചെയ്യുന്നതും, ഇതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഈ സപ്പോർട്ട് 2 ആൾക്കാർക്ക് കൊടുക്കാം. ഒന്ന് ഈ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ഒരു അഡൾട്ടിനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പ്രാവീണ്യമുള്ള സമപ്രായക്കാർക്കോ. അതായത് ഒരു കുട്ടി ഇപ്പം ഒരു എക്സാമ്പിൾ പറയാണ്, LKG ചേർന്ന കുട്ടി അല്ലെങ്കിൽ UKG എത്തിയ കുട്ടിക്ക് ABCD എഴുതണം അല്ലെ. അപ്പൊ കൈ പിടിച്ച് എഴുതിപ്പിക്കുകയാണ്. ഒറ്റയ്ക്ക് എഴുതുമ്പോൾ കുട്ടി തെറ്റിപ്പോകും. അപ്പൊ കൈ പിടിച്ച് എഴുതിപ്പിക്കുകയാണ്. അതെന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. പറഞ്ഞുതരാം. Zone of proximal development അല്ലെങ്കിൽ ZPD is a term for a range of tasks that a child cannot do or master independently, but they can be learned with some assistance and guidance of an adult or some other with a more skilled child. കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത എന്നാൽ ഒരു അഡൾട്ടിന്റെയോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെയോ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്ന ടാസ്കിനെയാണ് അദ്ദേഹം എന്തെന്ന്, ആ ഒരു ടേമാണ് അദ്ദേഹം ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. കണക്ക് നോക്കിക്കേ, ചൈൽഡ് കനോട്ട് ഡു ഓർ മാസ്റ്റർ ഇൻഡിപെൻഡന്റ്ലി, ഒറ്റയ്ക്ക് ചെയ്യാനോ മാസ്റ്റർ ചെയ്യാനോ പറ്റത്തില്ല. ബട്ട് ദേ ക്യാൻ ബി ലേൺ വിത്ത് സം അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ്. പക്ഷെ അസിസ്റ്റൻസിലൂടെ ഗൈഡൻസിലൂടെ ചെയ്യാം. ആരുടെ അസിസ്റ്റൻസ്? ഒന്നെങ്കിൽ അഡൾട്ട് അല്ലെങ്കിൽ മോർ സ്കിൽഡ് ചൈൽഡ്. ഇതിനെയാണ് ZPD എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു ഇൻഡിപെൻഡന്റ്ലി. ഐഷത് ശബനം ചോദിച്ചിരിക്കുന്നു എല്ലാ ആൻസേഴ്സും പോയിന്റ്സ്. ഞാൻ ഡെഫിനറ്റ്ലി പറയാണ്, പോയിന്റ്സ് ആയിട്ടാണ് എഴുതുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സ് ഇംപ്രസ്ഡ് ആവും. പോയിന്റ്സ് മുങ്ങിപ്പോവില്ല. വായിക്കാൻ ഒരു എന്താ പറയാ ചിട്ടയുണ്ടാവും. ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. ലാസ്റ്റ് വരെ വീഡിയോ കാണാൻ അല്ലെങ്കിൽ ലൈവ് കാണാൻ വേണ്ടി ശ്രമിക്കാട്ടെ. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, സോ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട്. എത്ര മണി വരെ? ഒരു അരമണിക്കൂറും കൂടെ കേട്ടാ. ഓക്കെ, താങ്ക് യു. So it is the difference between what a child can do independently with some assistance and guidance or what he or she can do with some help and support. കണ്ടോ, എന്തൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, എന്ത് സപ്പോർട്ട് വേണം, ഇതൊക്കെയാണ് ZPD യിലൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതും ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്നതും. ഇതാണ് ZPD യിലൂടെ നമ്മൾ
പറയുന്നത്. therefore ലോവർ ലിമിറ്റ്, അതായത് ZPD ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മനസ്സിലാക്കണേ. ദ ലോവർ ലിമിറ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ZPD is the level of skill reached by child on his or her own, that is independently. ഒരു UKG എത്തിയ കുട്ടി എന്താണ്, ഒറ്റയ്ക്ക് ABCD എഴുതാൻ പഠിച്ചു, അത് ലോവർ ലെവൽ, അതായത് കുട്ടി ഒറ്റയ്ക്ക് ചെയ്യാൻ മാസ്റ്റർ ചെയ്തതിന് ലോവർ ലെവൽ എന്നും, ദ അപ്പർ ലിമിറ്റ് ഇസ് ദ ലെവൽ ഓഫ് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ദ ചൈൽഡ് ക്യാൻ ആക്സെപ്റ്റ് വിത്ത് അസിസ്റ്റൻസ് ഓഫ് ആൻ ഇൻസ്ട്രക്ടർ. അതായത് കുട്ടിക്ക് പക്ഷെ ഒരു വരി, ഒരു എന്താ പറയാ, സെന്റൻസ് ആക്കി എഴുതണമെങ്കിൽ അസിസ്റ്റൻസ് വേണം. അതിന് എന്തെന്ന് പറയാം, അപ്പർ ലിമിറ്റ് എന്നും പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വൈഗോസ്കിയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തിയറിയാണ്. അതായത് ഒരു കുട്ടിക്ക് തന്നെ ചെയ്യാൻ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ഒരു അഡൾട്ടിന്റെയോ മോർ സ്കിൽഡ് ചൈൽഡിന്റെയോ അസിസ്റ്റൻസോട് കൂടിയോ സപ്പോർട്ടോട് കൂടിയോ ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളെയാണ് അദ്ദേഹം ZPD എന്ന് വിളിച്ചത്. അതായത് കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് സഹായം ആവശ്യകരമായിട്ടുള്ളത് തന്നെ ചെയ്യാൻ പറ്റുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ZPD എന്നും, അസിസ്റ്റൻസ് ആവശ്യമുള്ളതിന് അപ്പർ ലിമിറ്റ് ഓഫ് ZPD എന്നും പറയും. ഇത് അതിന്റെ ഒരു ഇലുസ്ട്രേഷൻ ആണ്. ഇത് ഞാൻ നോക്കൂ, ഞാൻ ഒരു എക്യുപ്മെന്റ് ഒന്ന് യൂസ് ചെയ്യാണ്, സ്വയം ഫ്രീ ഹാൻഡ് ആയിട്ട് ഡ്രോ ചെയ്ത ഇതുപോലെ വരച്ചു വെച്ചാൽ മതി. കണ്ടോ, ഐ കാൻ ഡു ദീസ് ബൈ മൈസെൽഫ്. ഇതാണ് എന്ത്, ലോവർ ലിമിറ്റ്. I can do these with help of some. ഇതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ലിമിറ്റ് അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. I can't do this even with help. ഇപ്പൊ നോക്കിക്കേ, ABCD കുഞ്ഞ് തന്നെ എഴുതാൻ പഠിച്ചു, അത് ലോവർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റിൽ എന്താണ്, ഒരു ഹെൽപ്പോട് കൂടി എന്ത് എഴുതാം, ഒരു സെന്റൻസ് ഒക്കെ എഴുതാം. പക്ഷെ UKG പഠിക്കുന്ന കുട്ടിക്ക് ഒരു കവിത ഒറ്റയ്ക്ക് എഴുതാന്ന് പറയുന്നത് ഐ കാൻ ഡു ദിസ്, സഹായിച്ച പോലെ ഒരു കവിത നമ്മൾ വല്ല കടുകട്ടിയുള്ള ഒരു കവിത നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത് കുട്ടിക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റില്ല. ഈ 3 ലെവലാണ് ഓരോ കുട്ടിയും കടന്നു പോകുന്നത്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്, ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്നത്, ഹെൽപ്പ് ഉണ്ടായാൽ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്? ഒരു അസിസ്റ്റൻസോട് കൂടി കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതിന്റെ അപ്പർ ലിമിറ്റ് എന്താണ്, കുട്ടിക്ക് അസിസ്റ്റൻസ് വേണ്ടതും, ലോവർ ലിമിറ്റ് തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് പറഞ്ഞേ, എല്ലാരും ഒന്ന് പറയണേ. ഒരു തംസ് അപ്പ് എങ്കിലും തന്നാൽ മതി, എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന്. ഇനി അടുത്തതാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ കുട്ടിക്ക് അനുസരിച്ചും സപ്പോർട്ട് കൊടുക്കുന്ന ഈ സപ്പോർട്ടിനെയാണ് നമ്മൾ സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു 3 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ എന്താക്കും, കൈ പിടിച്ച് എഴുതിപ്പിച്ചു കൊടുക്കും. ഒരു 5 or 6 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവന് നമ്മൾ കാണിച്ചു കൊടുക്കും എങ്ങനെയാ എഴുതണം, അവൻ തന്നെ എഴുതും. ഒരു 8 or 9 വയസ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അങ്ങ് എഴുതിക്കോ എന്നുള്ളത്, അല്ലെ? ഓരോ പ്രായത്തിനും അനുസരിച്ച് നമ്മൾ എന്താക്കും, അഡ്ജസ്റ്റ് ചെയ്യും. ഇന്ന രീതിയിൽ ഈ കൊടുക്കുന്ന കുട്ടികൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആളുകൾക്കനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് സപ്പോർട്ട്. ഈ സപ്പോർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ചേഞ്ചിങ് ദ ലെവൽ ഓഫ് സപ്പോർട്ട് ആസ് പെർ ദ ചൈൽഡ്സ് നീഡ്. ഒരു MR ആയിട്ടുള്ള മെന്റൽ റിട്ടാർഡേഷൻ ആയിട്ടുള്ള കുട്ടിക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് അല്ല ഒരു നോർമൽ കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഒരു നോർമൽ കുട്ടിക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് ആയിരിക്കില്ല ഒരു ഗിഫ്റ്റഡ് കുട്ടിക്ക് നൽകുന്നത്. അങ്ങനെ ആളുകൾക്കനുസരിച്ച് ലെവൽ ഓഫ് സപ്പോർട്ട് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് എ ടീച്ചിങ് സെഷൻ എ സ്കിൽഡ് ടീച്ചർ അഡ്ജസ്റ്റ് ഹിസ് ഓർ ഹർ ഇൻസ്ട്രക്ഷൻ ആസ് പെർ ദ എമൗണ്ട് ഓഫ് ഗൈഡൻസ് റിക്വയർഡ് ഫോർ ദ ചൈൽഡ് ടു മാസ്റ്റർ ദ സ്കിൽ. അല്ലെ, 2ാം ക്ലാസ് പോകുമ്പോൾ അതിനനുസരിച്ച്, 3ാം ക്ലാസ് പോകുമ്പോൾ അതിനനുസരിച്ച്. നിങ്ങൾ ട്യൂഷൻ ടീച്ചേഴ്സിനെ എടുത്തു നോക്കിയാൽ മതി. ഒരു 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയൊക്കെ എടുക്കുന്ന ട്യൂഷൻ ടീച്ചേഴ്സ് 1ാം ക്ലാസ്സിന് എഴുതി പഠിപ്പിക്കും, 6ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിലും വായിച്ച് പഠിക്കാൻ മതി, അല്ലെ? ഇതാണ് സ്കാഫോൾഡിംഗ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ലെറ്റ്സ് ടേക്ക് an example. When teaching someone to tie his or her shoes, the instruction change as per the stage and need of the child. ഒരു കുട്ടിയെ നമ്മൾ ഷൂ കെട്ടാൻ പഠിപ്പിക്കുമ്പോൾ അത് കുട്ടിയുടെ വയസ്സും ഏജും അല്ല സ്റ്റേജും ഒക്കെ അനുസരിച്ച് മാറും. ഓക്കെ, ഫോർ ഇൻഫന്റ് വി വുഡ് ജസ്റ്റ് സിംപ്ലി ടൈ ഹിസ് ഓർ ഹർ ഷൂസ്. ഒരു ഇൻഫന്റ്, ഒരു ന്യൂ ബോൺ ബേബി ഒക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ഷൂ കെട്ടിക്കൊടുക്കും. ഫോർ എ 2-year-old വി മേ ഹോൾഡ് ഹെർ ഹാൻഡ്സ് ആൻഡ് ഡു ഇറ്റ് വിത്ത് ഹെർ. 2 വയസ്സാണ് നമ്മൾ അവരെ കൈ പിടിച്ച് നമ്മൾ കെട്ടിക്കും. ഫോർ എ പ്രീ സ്കൂളർ എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയാണ്. വി മേ ഷോ ദം എ സിമ്പിൾ അപ്രോച്ച്. നമ്മൾ കാണിച്ചു കൊടുക്കും, അവരോട് തന്നെ കെട്ടാൻ പറയും.
By the age of 6 to 7, we may teach a child how to wrap a string around the other. ഇനി 6-7 വയസ്സാകുമ്പോൾ റാപ്പ് ചെയ്യാനും അത് കൂട്ടിക്കെട്ടാനും വരെ നമ്മൾ അവരോട് പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ഓരോ വയസ്സിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻസ് ചേഞ്ച് ആവാണ്. അതായത് കുട്ടികളുടെ ലെവൽ അനുസരിച്ചിട്ട് സപ്പോർട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആ സപ്പോർട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്കാഫ് ഫോൾഡിങ് എന്ന് പറയുന്നത്. ശരിക്കും സ്കാഫ് ഫോൾഡിങ് എന്താണെന്നറിയോ? നിങ്ങൾ ഈ ബിൽഡിങ്ങിൽ വലിഞ്ഞു കയറിട്ട് പെയിന്റ് അടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മുള വെച്ച് കെട്ടിന്ന് കാണുന്നില്ലേ? കെട്ടാറെന്നുള്ള കാണുന്നില്ലേ? എന്നാൽ അതിലിരുന്നിട്ടാണ് പെയിന്റ് അടിക്കുക. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ഞാനൊരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിനെ കൊണ്ടാണ് ഇത് ഇത്ര ആധികാരികമായിട്ട് പറഞ്ഞത്. നമ്മൾ വാർപ്പൊക്കെ ചെയ്യുമ്പോൾ കുത്തു കൊടുക്കില്ലേ? അതിനൊക്കെ സ്കാഫ് ഫോൾഡിംഗ് എന്നാണ് പറയുന്നത്. സ്കാഫ് ഫോൾഡിങ് അത് ഓർത്ത് വെക്കുക. അപ്പൊ സ്കാഫ് ഫോൾഡിങ് എന്താണ്? ലെവൽ അനുസരിച്ച് സപ്പോർട്ട്. ചെറിയ ബിൽഡിംഗ് ആണെങ്കിൽ അത്ര മുള കിട്ടുള്ളൂ, വലിയ ബിൽഡിംഗ് ആണെങ്കിൽ അത്രയും മുള കിട്ടും അല്ലെ, അത്രയും സേഫ്റ്റി ആക്കും. അപ്പൊ ലെവൽ അനുസരിച്ച് ഇൻസ്ട്രക്ഷൻസ് ചേഞ്ച് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുന്നതിനെയാണ് സ്കാഫ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. So the amount of help that we have provided to the child at each step is scaffold that support the child's learning. കണ്ടോ, ഓരോ പ്രായത്തിലും അല്ലെ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്, അതിനെയാണ് സ്കാഫ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു കുട്ടിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ആയിരിക്കില്ല നമ്മളൊരു 10ാം ക്ലാസ്സുകാരന് കൊടുക്കുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് സ്കാഫ് ഫോൾഡിംഗ്. ഫൈനലി വെൻ ദ ചൈൽഡ് ക്യാൻ പെർഫോം ദ ടാസ്ക് ഓൺ ഹെർ ഓൺ, ദർ വുഡ് ബി നോ നീഡ് ഫോർ സ്കാഫ് ഫോൾഡിംഗ്. അല്ലെ, 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കും. പിന്നെ 5, 6 ഒക്കെ ആകുമ്പോൾ അവർ തന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങും. 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പറയാതെ തന്നെ അവരെടുത്ത് പഠിക്കാനുള്ള പാകത്തിലേക്ക് എത്തും. അപ്പൊ കുട്ടി ഒറ്റയ്ക്ക് ലേൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്കാഫ് ഫോൾഡിങ്ങിന് ആവശ്യം വരുന്നില്ല. അങ്ങനെ ഓരോ ലെവൽ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? സപ്പോർട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിനെയാണ് സ്കാഫ് ഫോൾഡിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വൃത്തിക്കാണ് എക്സാമ്പിൾ എഴുതിയപ്പോ ഞാൻ വീണ്ടും അത് സബ് പോയിന്റ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം. ഇനി 3ാമത്തെ ടോപ്പിക്കാണ് പ്രൈവറ്റ് സ്പീച്ച്. ചിൽഡ്രൻ യൂസ് ലാംഗ്വേജ് ഫോർ സെൽഫ് റെഗുലേഷൻ ഇസ് കോൾഡ് പ്രൈവറ്റ് സ്പീച്ച്. കണ്ടോ, പ്രൈവറ്റ് സ്പീച്ച് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്രൈവറ്റ് സ്പീച്ച് ആണ് അവരവരുടെ ആവശ്യം നേടാൻ വേണ്ടി അവരെന്നെ ഉപയോഗിക്കുന്നത്. അപ്പം എന്റെ കുഞ്ഞുവാവ ചെറുപ്പത്തിൽ വെള്ളത്തിന് മാവ എന്നായിരുന്നു. എനിക്ക് ഇപ്പോഴും അറിയില്ല അവൻ എങ്ങനെയാണ് ഈ മാവ എന്നുള്ളത് കിട്ടിയത്. അവൻ മാവ എന്നായിരുന്നു പറയുന്നത് വെള്ളത്തിന്. അത് അവന്റെ പ്രൈവറ്റ് സ്പീച്ച് ആണ്. അതായത് അവന്റെ കാര്യം നടക്കാൻ അല്ലെങ്കിൽ അവന്റേതായിട്ടുള്ള അവൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ചിൽഡ്രൻ യൂസ് ഇറ്റ് ടു പ്ലാൻ, മോണിറ്റർ ആൻഡ് ഗൈഡ് ദിയർ ഓൺ ബിഹേവിയർ. അവരുടെ ബിഹേവിയറിനെ പ്ലാൻ ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ അവർ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇന്നർ സ്പീച്ച് എന്നൊക്കെ പറയാം പ്രൈവറ്റ് സ്പീച്ച്. Scaffolding is done by the adults, but private is what the child does to change external actions to internal thoughts. കണ്ടോ, നമ്മളെ ഉള്ളിൽ നടക്കുന്ന തോട്ട്സിനെ ആക്ഷൻ ആക്കി മാറ്റാം. കുട്ടിക്ക് ചിലപ്പോൾ വെള്ളമായിരിക്കും വേണ്ടത്. അപ്പൊ കുട്ടി വന്നിട്ട് എന്നോട് മാവ എന്ന് പറയുമ്പോൾ ഞാനത് മനസ്സിലാകാം കുട്ടിക്ക് വെള്ളമാണ്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരാണ്, അല്ലെങ്കിൽ ആ കുട്ടി അതിന് ശ്രമിക്കുകയാണ്. അതിനെയാണ് പ്രൈവറ്റ് സ്പീച്ച്. നമ്മളെല്ലാവരും കുട്ടികൾക്കും ഉണ്ടാവും. ഇപ്പം ചിലവരിങ്ങനെ കുട്ടികളുടെ ഭാഷനെ അന്തം വിട്ടിക്കുമ്പം അമ്മ വന്ന് തർജ്ജമ ചെയ്ത് തരും. അത് ആ കുട്ടിയുടെ പ്രൈവറ്റ് സ്പീച്ചും കുട്ടിയുടെ കെയർ ഗീവർ അത് പഠിച്ചെടുക്കുന്നതാണ്. വൈഗോസ്കി ബിലീവ് ദാറ്റ് ലാംഗ്വേജ് ആൻഡ് തോട്ട് ഡെവലപ്പ് ഇൻഡിപെൻഡന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആട്ടോ. വൈഗോസ്കി അല്ലെങ്കിൽ വൈഗോസ്കി ബിലീവ് ചെയ്യുന്നത് ലാംഗ്വേജും തോട്ടും രണ്ടായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഭാഷയും ചിന്തയും രണ്ടായിട്ടാണ്. ഒരു പോയിന്റ് എത്തും അത് മേർജ് ചെയ്യുന്നതാണ് എന്നാണ്. കണ്ടോ, കുട്ടിയുടെ ഉള്ളിൽ മാവാന്നാണ് വരുന്നത് തോട്ടായിട്ട് വെള്ളത്തിന് അല്ലെ, പക്ഷെ നമ്മുടെ ഭാഷയിൽ വെള്ളം എന്നാണ് പറയുന്നത്. അപ്പം തോട്ടും ലാംഗ്വേജും രണ്ടായിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. ഒരു പരിധി എത്തുമ്പോൾ അത് ഒന്നിച്ചാവുന്നതാണ് വൈഗോസ്കി വിശ്വസിച്ചിരുന്നത്. At the first and then they merge with each other. Many children are seen talking to themselves during make-believe play or before they go to bed. ഒറ്റയ്ക്ക് സംസാരിക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനെ പറയാ ക്രിബ് സ്പീച്ച് എന്നാണ്. ദിസ് ഇസ് കോൾഡ് ആസ് ക്രിബ് സ്പീച്ച്. ക്രിബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കണ്ടില്ലേ, തൊട്ടില് പോലെയുള്ള കട്ടില്, എന്താ പറയുക, സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്ന കട്ടിൽ, അതിനെയാണ് ക്രിബ്. ആ ക്രിബ് സ്പീച്ച് എന്നാണ് ഇവര് തന്നെ സംസാരിക്കുന്നതിന് വൈഗോസ്കി വിളിച്ച പേര്. അപ്പൊ പ്രൈവറ്റ് സ്പീച്ച് എന്നാണ് കുട്ടി സെൽഫ് റെഗുലേഷൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. കുട്ടിക്കായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന, കുട്ടിയുടെ ചിന്തകളെ മോണിറ്റർ ചെയ്യാൻ കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് നമ്മള് പ്രൈവറ്റ് സ്പീച്ച്. അപ്പൊ വൈഗോസ്കി പറഞ്ഞ ലാംഗ്വേജും തോട്ടും രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. ഒരു സമയം എത്തുമ്പോൾ ഇത് മേർജ് ആവുന്നതാണ് അല്ലെ.
നമ്മൾ പലതും പലപ്പോഴൊക്കെ അല്ലേ പല രീതിയിലല്ലേ ചെറുപ്പത്തിൽ ചിലതൊക്കെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നൊക്കെ ഉണ്ട്. എന്റെ മകൻ എന്റെ ഗ്രാൻഡ് മദറിനെ മറ്റമ്മ എന്ന് വിളിപ്പിക്കാനായിരുന്നു ഇഷ്ടം. മറ്റമ്മ, ഞങ്ങളുടെ നാട്ടിൽ മറ്റമ്മ എന്ന് വിളിക്കട്ടെ ഗ്രാൻഡ് മദറിനെ, അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ, എന്റെ ഗ്രാൻഡ് മദറിനെ എന്റെ മകനെ കൊണ്ട്. പക്ഷെ അവൻ ആ പ്രായത്തിൽ മറ്റക്ക എന്നാണ് വിളിച്ചത്. പുള്ളിക്കാരി മരിക്കുന്നവരെ അവൻ മറ്റക്ക 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 എന്ന്. പ്രൈവറ്റ് സ്പീച്ച്. അവൻക്ക് ആ മറ്റമ്മ കിട്ടുന്നില്ല. സോ ഹി റീപ്ലേസ് മാ വിത്ത് ഖ, മറ്റക്ക. ഇതാണ് പ്രൈവറ്റ് സ്പീച്ച്. അവര് സെൽഫ് റെഗുലേഷന്, അവരുടെ പ്ലാൻ ചെയ്യാനും മോണിറ്റർ ചെയ്യാനൊക്കെ അവർ ഉപയോഗിക്കുന്ന അവരുടേതായിട്ടുള്ള ഭാഷ, അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് സ്പീച്ച്, അല്ലെങ്കിൽ അവർ തന്നെ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെയാണ്. നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിൽ പോലും അതാണ് എന്ത് പ്രൈവറ്റ് സ്പീച്ച്. താൻ അവർ സംസാരിക്കുന്നതിന് ക്രിബ് സ്പീച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാരും പറഞ്ഞേ. ഓക്കെ. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ, നമ്മുടെ ഇതാണ് കേട്ടോ, കൺക്ലൂഷൻ ആണ്. കമ്പാരിസൺ ബിറ്റ്വീൻ വൈഗോസ്കി ആൻഡ് പിയാഷേസ് തിയറി. വൈഗോസ്കിയുടെ തിയറി പിയാഷയുടെ തിയറിയും ഒന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഈ ആൻസർ അവസാനിപ്പിക്കുകയാണ്. വൈഗോസ്കി is a social constructive approach which emphasizes the social context of learning and construction of knowledge through social interaction. കണ്ടോ, വൈഗോസ്കിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താ? കുട്ടി സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയാണ് കോഗ്നിഷൻ ഡെവലപ്പ് ആവുന്നതാണ് വൈഗോസ്കിയുടെ അപ്രോച്ച്. എന്താണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് കുട്ടി ഇന്ററാക്ഷനിലൂടെയാണ് കോഗ്നിഷൻ ഡെവലപ്പ് ആവുന്നതാണ് Vygotsky പറയുന്നത്. Unlike Piaget, who adopted a cognitive constructive approach as he believed that children themselves discover or construct all knowledge about their world through their own activity. പക്ഷെ നേരെ മറിച്ച് പിയാഷെ പറഞ്ഞെന്താ? കുട്ടികൾ ലോകത്തെ എല്ലാ കുട്ടികളും ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകും, അതിലൂടെയാണ് അവര് കോഗ്നിഷൻ ഒക്കെ ലേൺ ചെയ്യുന്നത് എന്നാണ് പിയാഷെ പറഞ്ഞത്. പക്ഷെ വൈഗോസ്കി എന്താ പറഞ്ഞത്? സോഷ്യൽ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച്. അതായത് സോഷ്യൽ ഇന്ററാക്ഷൻ, സമൂഹവുമായിട്ട് ഇടപഴകിയിട്ടാണ് കുട്ടിയുടെ കോഗ്നിഷൻ ഡെവലപ്പ് ആവുന്നത്. പിയാഷെ എന്താ പറഞ്ഞത്? എല്ലാ കുട്ടികളും ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകും, അപ്പൊ തന്നെ അങ്ങോട്ട് ലേൺ ചെയ്തോളുന്നു. Interestingly, from Piaget to Vygotsky, a shift is evident from individual to collaboration, social interaction and cultural influence. കണ്ടോ, പിയാഷെ പറഞ്ഞത് ഇൻഡിവിജ്വൽ ആയിട്ട് കുട്ടി ലേൺ ചെയ്യുന്ന, അവിടെ വൈഗോസ്കി എന്താ പറഞ്ഞത്? കൊളാബറേറ്റ് ചെയ്തിട്ട്, മറ്റുള്ളവരായിട്ട് ഇടപഴകിയിട്ട്, സോഷ്യൽ ഇന്ററാക്ഷൻ, സാമൂഹികപരമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് കൾച്ചർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. പിയാഷെ പറഞ്ഞത് ഒറ്റയ്ക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. വൈഗോസ്കി പറഞ്ഞു കൊളാബറേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ, കൾച്ചറൽ. ഹിയർ കംസ് ആൻ എൻഡ്. അപ്പൊ നമുക്കൊന്ന് ഒരു റീക്യാപ്പ് നോക്കിയാലോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈഗോസ്കി വൈഗോട്സ്കിയുടെ തിയറി മാത്രമല്ല ചോദിച്ചത്, അപ്പൊ കൺക്ലൂഷനിൽ എന്തിനാ പിയാഷെൽസിനെ കമ്പാരിസൺ കൊടുത്തത്? അവിടെയാണ് വൈഗോസ്കിയുടെ തിയറിക്ക് ശേഷം ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത് പിയാഷയുടെ തിയറി വെച്ചിട്ടുള്ള കമ്പാരിസൺ ആണ്. കാരണം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആകെ 2 തിയറിയെ നമുക്കുള്ളൂ, വൈഗോസ്കിയും പിയാഷയും മെയിൻ ആയിട്ട്. സോ അവരെ നിന്ന് ആദ്യത്തെ തിയറി മനസ്സിലാക്കുക, പിയാഷയുടെ തിയറിയാണ്. പിയാഷയുടെ ആയിരുന്നു അത്രയും കാലം പ്രൊമിനന്റ് ആയിട്ടുള്ള, ആദ്യമായിട്ട് ഒരു തിയറി ഡെവലപ്പ് ചെയ്തത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പിയാഷയാണ്. അത് വളരെ പ്രൊമിനന്റ് ആയിരുന്നു. അവിടുന്ന് ഒരു ഷിഫ്റ്റ് ആണ് വൈഗോസ്കി കൊടുത്തത്. ഒറ്റയ്ക്ക് കുട്ടി, ലോകത്തുള്ള എല്ലാ കുട്ടികളും ഒറ്റയ്ക്കാണ് ലേൺ ചെയ്യുന്നത്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ്, ഒരു വ്യത്യാസവും ഇല്ലാന്ന് പിയാഷെ പറഞ്ഞു കൊടുത്തത്. കൾച്ചർ വൈസ് ആയിരുന്നു വൈഗോസ്കി പറഞ്ഞു. അവിടെ അത് വെച്ചിട്ടാണ് കൺക്ലൂഡ് ചെയ്തത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കേ മാം. ഇങ്ങനെ വേണം കൺക്ലൂഡ് ചെയ്യാൻ. എന്താണോ പറയാൻ ശ്രമിച്ചത് അതിലോട്ട് എത്തുന്ന രീതിയിൽ ഒരു കൺക്ലൂഷൻ ആണ് വേണ്ടത്. അപ്പൊ നോക്കിക്കേ, നമ്മള് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, 3 സബ് ടോപ്പിക് ഉണ്ടായിരുന്നു, 3 സബ് ടോപ്പിക് എടുത്തെഴുതി, ഒരു കൺക്ലൂഷൻ കൊടുത്തു. ഓക്കെ, എല്ലാത്തിലും കൺക്ലൂഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായിരുന്നു വൈഗോസ്കി സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലൂടെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തിയറിയിൽ 3 കാര്യങ്ങളാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അതായത് ഒരു ടാസ്ക് കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതും ഹെൽപ്പ്, അഡൾട്ടിന്റെയോ സം സ്കിൽഡ് ചൈൽഡിന്റെയോ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് അനുസരിച്ച് അവർക്ക് സപ്പോർട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആ സപ്പോർട്ടിനെയാണ് നമ്മൾ സ്കാഫ് ഫോൾഡിംഗ് എന്ന് വിളിച്ചത്. കുട്ടി സെൽഫ് റെഗുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പീച്ചിനെയാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞത്. അവസാനം കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പിയാഷയുടെയും വൈഗോസ്കിയുടെയും തിയറി ഒന്ന് കമ്പയർ ചെയ്തു. കൃത്യമായിട്ട് നോക്കിക്കേ, ഒരു 5 സൈഡ് ആയിട്ടാണ് ഇത്. A4 ആണ്, ഒത്തിരി ഉണ്ട് കണ്ടോ, ഒരു 5 സൈഡോളം വരുന്നുണ്ട് നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? ഓക്കെ ആണ്.
10 മാർക്കിന് എങ്ങനെ ഒരു ആൻസർ വൃത്തിക്ക് എഴുതാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇത് 5 മാർക്കിന് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുതരാം. ഇൻട്രൊഡക്ഷൻ ഇത്ര തന്നെ എഴുതി വെക്കുക, ഇവിടെ വരെ ഒരു മാറ്റവും വേണ്ട. പിന്നെ ഈ 3 സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഒരു പോയിന്റും, സ്കാഫ് ഫോൾഡിങ്ങിന് 1-2 പോയിന്റ്, ഒരു സ്കാഫ് ഫോൾഡിങ്ങിന് 1-2 പോയിന്റ്, പ്രൈവറ്റ് സ്പീച്ചിന് 1-2 പോയിന്റ്, കൺക്ലൂഷൻ വേണ്ട. അതായത് 2 സൈഡ് ടു 2.5 സൈഡ് മതി 5 മാർക്കിനാവുമ്പോൾ. അതായത് ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ തന്നെ നിന്നോട്ടെ, സ്കാഫ് ഫോൾഡിങ്ങിന് ആദ്യത്തെ 2 പോയിന്റ്സ് വേണമെങ്കിൽ ഇത് വരച്ചു വെക്കാം. സോറി, ZPDയുടെ സ്കാഫ് ഫോൾഡിങ്ങിന് 2 പോയിന്റ്സ്, പ്രൈവറ്റ് സ്പീച്ചിന് 2 പോയിന്റ്സ്, അത്രയും മതിയാവും 5 മാർക്കിനാണെങ്കിൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ. യെസ് അതെ. ഇനി ലെറ്റ് മീ ഷോ യു ആണ്, ഞാൻ തീർത്തരാം. ഇത് നിങ്ങളുടെ ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ, ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പം ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കിൽ വൈഗോസ്കിയുടെ 7.4 കിടക്കുന്നത്. 7.4 വൈഗോസ്കി കിടക്കുന്നത്. ഇതെ വൈഗോസ്കി കണ്ടോ? ഇവിടെ ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുറെ വാരി വലിച്ചിട്ടുണ്ട്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഉണ്ട്, സ്കാഫ് ഫോൾഡിംഗ് ഉണ്ട്, പ്രൈവറ്റ് സ്പീച്ച് ഉണ്ട്, കമ്പാരിസൺ ബിറ്റ്വീൻ വൈഗോസ്കീസ് ആൻഡ് പിയാഷേസ് തിയറി. കണ്ടോ? ഇതിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതണം, എന്തൊക്കെ പഠിക്കണം, വളരെ കൺഫ്യൂസ്ഡ് ആണല്ലേ? നോക്കിക്കേ, ഒരു പ്രൈവറ്റ് സ്പീച്ച് തന്നെ ഇത്രയും ഉണ്ട് അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സൈക്വസ്റ്റയുടെ നോട്ട് കാണിച്ചു തരാം. വൈഗോസ്കീസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഞാൻ ഈ എഴുതിയ സാധനം തന്നെ ആട്ടോ ഇതിൽ കിടക്കുന്നത്, ഒന്നും ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടില്ല, ഈ എഴുതിയ കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ സൈക്വസ്റ്റയുടെ നോട്ട് കേട്ടോ. കണ്ടോ? സ്കാഫോൾഡിങ്ങിൽ വേണ്ട പോയിന്റ്സ് മാത്രം, പ്രൈവറ്റ് സ്പീച്ചിൽ വേണ്ട പോയിന്റ്സ് മാത്രം, കമ്പാരിസൺ, ഇത്രയേ ഉള്ളൂ നമ്മളിത്. ഇപ്പൊ കുട്ടികൾക്ക് വരുന്ന ഒരു സംശയമാണ്. നോക്കിക്കേ, ഇതിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു പേജും ഒരു 1.5 പേജേ കാണുന്നുള്ളൂ നിങ്ങള് നമ്മുടെ പ്രിന്റഡ് നോട്ടില്. അപ്പൊ പലർക്കും ഡൗട്ടാ, ഇത്ര എഴുതിയാൽ മതിയോ? പ്രിന്റഡ് നോട്ടാണിത്. ഇത് എഴുതി വരുമ്പോഴേക്ക് എത്രയുണ്ട്? 5 സൈഡ് തീർച്ചയായിട്ടും ഉണ്ട്. ഇഗ്നോയുടെ മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ പാരഗ്രാഫായിട്ട് ഒത്തിരി വേണ്ടാത്ത കാര്യങ്ങളും വേണ്ട കാര്യങ്ങളും ഉണ്ട്. ഞങ്ങളുടെ പ്രിന്റഡ് നോട്ട് നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നത്, അതൊക്കെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ വളരെ എന്താ പറയാ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നോട്ടാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കും, ഇത് മൊത്തം വായിച്ചിട്ട് വേണ്ട പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ അതിന്റെയൊക്കെ പിക്ചർ ആഡ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യാന്ന് പറയുന്നത് കണ്ടോ. ഇങ്ങനെയുള്ള എളുപ്പത്തിൽ ഓർക്കാനുള്ള ടെക്നിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ സൈക്വസ്റ്റയുടെ എല്ലാ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഡെവലപ്മെന്റ് നോട്ടാണ്, സൈക്വസ്റ്റയുടെ നോട്ടാണ്. ഓരോ ഘട്ടത്തിലും നമ്മൾ എന്താ പറയാ പോയിന്റ് ആയിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഷോ യു കണ്ടോ, അതിന്റെ പിക്ചർ റെപ്രസെന്റേഷനും അതുപോലെ ഡയഗ്രാംസും എല്ലാം ആഡ് ചെയ്തിട്ടാണ് സൈക്വസ്റ്റയുടെ നോട്ട്സ് നമ്മൾ. ഈവൻ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ അവരുടെ പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ പിക്ചറൈസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ഇത് സ്റ്റേജസ് പെട്ടെന്ന് നമ്മുടെ എറിക്സന്റെ സ്റ്റേജസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് നമ്മൾ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ഈ നോട്ട്സ് കിട്ടാൻ നമ്മുടെ ക്ലാസ്സിൽ നോട്ട്സ് ആയിട്ട് ഞങ്ങൾ ആർക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഹോണസ്റ്റ്ലി പറയാൻ. കാരണം ഞങ്ങളുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട്, ഞാൻ എന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ വെച്ച് ചെയ്യിപ്പിച്ചു ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു നോട്ടാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം, നമ്മുടെ ക്ലാസ്സിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എല്ലാവർക്കും കൂടി ഒരു ക്ലാസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം പലർക്കും സൈക്വസ്റ്റ് എന്താണ്, സൈക്വസ്റ്റിൽ ഏത് രീതിയിലുള്ള ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോഴും അറിയത്തില്ല. ഐ എം എ സൈക്കോളജിസ്റ്റ്, ഞാനൊരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് ആണ്. കോഴിക്കോട് പുറക്കാട്ടിലെ സ്വന്തമായിട്ടൊരു ക്ലിനിക് ഒക്കെ നടത്താണ്. ഫുൾ ക്ലാസ്സസും ഞാനാണ്. ഇതാട്ടോ നമ്മുടെ ആള് പിയാഷെ, ഇതാട്ടോ പിയാഷെ, ജീൻ പിയാഷെ, പിയാഗറ്റ് എന്നൊന്നല്ല കേട്ടോ, പിയാഷെ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. കണ്ടോ? ഇത്തരത്തിലുള്ള നോട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ്. ആ നോട്ടിൽ എഴുതി ഉണ്ടാക്കിയതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത്. കണ്ടോ?
ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാനും പഠിക്കാനും എളുപ്പമാണ്. ഇനി എന്തെങ്കിലും എക്സാം സംബന്ധിച്ചൊരു ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടോ? ഇതാണ് വൈഗോട്സ്കി ട്ടോ. വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി പുള്ളിക്കാരൻ. 40 വയസ്സിന് മുന്നോടെ എന്റെ സാറ് പറയാം, ജീവിച്ചിരിക്കുന്ന ഒത്തിരി വ്യത്യാസങ്ങൾ സൈക്കോളജിയിൽ കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരാളായിരുന്നു നമ്മുടെ ലേ വൈഗോട്സ്കി. പക്ഷെ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം മരണപ്പെട്ട് പോയതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സൈക്കോസ്റ്റയുടെ ക്രാഷ് കോഴ്സസ് ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. ഒട്ടും പാസ്സാവില്ല നിങ്ങൾക്ക് തോന്നാണ് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നത്. കാരണം ഡെവലപ്മെന്റ് വളരെ ബുദ്ധിമുട്ടാണ്. 16 ചാപ്റ്റേഴ്സ് ഉണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജോയിൻ ചെയ്യാൻ 2-3 ദിവസം മെനക്കെട്ടിരുന്നാൽ നിങ്ങൾക്ക് പാസ്സാക്കി എടുക്കാനുള്ള എല്ലാ എലമെന്റ്സും നമ്മളെ സൈക്കോസ്റ്റയിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ്? മാഡം, ഈ ഗൂഗിളിനകത്തൊന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ കൊടുക്കുമ്പം കിട്ടുന്ന ആൻസർ അതാ പറഞ്ഞത്, ഗൂഗിളും ഒന്നിനെ നിങ്ങള് ഞാൻ കണ്ടോ നിങ്ങളുടെ നോട്ടിൽ എടുത്ത അതേ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടില്ല. ഇതിൽ ഇമ്പോർട്ടന്റ് ആയത് എങ്ങനെയാ മനസ്സിലായത്? ഞാൻ ഈ മേഖലയിൽ ഞാൻ BSc സൈക്കോളജിയും MSc സൈക്കോളജിയും റെഗുലർ ആയിട്ട് പഠിച്ച ഒരാളാണ്. ഏതൊക്കെയാണ് മെയിൻ പോയിന്റ്സ്, ഏതൊക്കെയാണ് വേണ്ട പോയിന്റ്സ് എന്ന് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് നമ്മളായിട്ട് തയ്യാറാക്കിയുള്ള, നിങ്ങളെ ഈ ഒരു നോട്ട് ഉണ്ടാക്കിയത് ഒരു ടീമാണ്. ഞങ്ങൾ സൈക്കോളജിസ്റ്റുകളുടെ ഒരു ടീമാണ്. അതായത് ഒരു ടീം ഉണ്ടാക്കും, ഞാനത് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഗൂഗിളിലൊക്കെ അവിടുന്ന് ഇവിടുന്ന് വരുന്ന റെലവെന്റ് അല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് കട്ട് ചെയ്യും. ഞാനിത് നിങ്ങളുടെ ടെക്സ്റ്റിൽ മാത്രമാണ്. ടെക്സ്റ്റിൽ പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഉൾക്കൊള്ളിച്ചു. അത് ഓരോ പോയിന്റും ആ ടെക്സ്റ്റ് മൊത്തം വായിച്ച് അതിലുള്ള ഓരോ പോയിന്റ്സും എടുത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സോ ഈ ഗൂഗിളിൽ നിന്നൊക്കെ നോക്കി സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എഴുതി വെച്ച പലരും തോറ്റിട്ടുണ്ട്. കാരണം റെലവെന്റ് അല്ലാത്ത പോയിന്റ്സ്. PDF കിട്ടാനുണ്ടാവുക? PDF ആയിട്ടാണ് നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യാണ്. അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. സൈക്കോസ്റ്റയിൽ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനിയിപ്പോ അതിനുള്ള ടൈം ഇല്ലല്ലോ, ജൂണിൽ എക്സാം അല്ലേ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സബ്ജക്ട്സിന്റെ നമുക്ക് PDF മാത്രമായിട്ട് ഇല്ല, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം PDFs മാത്രമായിട്ട് ഞങ്ങളുടെ നോട്ട്സ് ഞങ്ങൾ പുറത്തേക്ക് ഔട്ട് ചെയ്യുന്നില്ല. പ്രിന്റഡ് നോട്ട് ഞങ്ങളായിട്ട് അയച്ചു കൊടുക്കണം. കാരണം ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അത് വെറുതെ കുറെ ഷെയർ ചെയ്ത് പോകാൻ ഞങ്ങൾ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഐഷ ശബ്ദം, എക്സാം ഡൗട്ട്സ് ഇല്ല, ബട്ട് ഐ എം ന്യൂ ടു സൈക്കോസ്റ്റ ആൻഡ് നെക്സ്റ്റ് ഡിസംബർ എക്സാം അറ്റൻഡ് ചെയ്യാതെ ഇങ്ങനെ ക്ലാസ്സസ് ജോയിൻ ചെയ്യും. ഓഫ് കോഴ്സ് അവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ ആർക്ക് ലൈവ് ആണ്. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ലൈവ് ആണ്. ഇത് കണക്ക് ലൈവ് ആണ്. പക്ഷെ ലൈവിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. കംപ്ലീറ്റ് ക്ലാസ്സും ലൈവ് ആണ്. നമ്മുടെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇതിന്റെ അകത്ത് ഉണ്ടോന്ന് അറിയില്ല. കേറൂല, എല്ലാം മടിയന്മാരാ. എല്ലാരും വീഡിയോസ് അമ്മേ ഉണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇവരൊക്കെ സൈക്കോസ്റ്റയുടെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. അനഘ ആയിക്കോട്ടെ, പ്രീതി ആയിക്കോട്ടെ, പലരും 2ാമത്തെ വർഷമൊക്കെയാണ്. വിൻസീമ ഒക്കെ 2ാമത്തെ വർഷമാണ്. നിങ്ങൾക്ക് ചോദിക്കാം അവരോട് എങ്ങനെയാണ്. 2ാമത്തെ വർഷമാണ് വിൻസീമ, അനഘയൊക്കെ 2ാമത്തെ വർഷമല്ലേ, ഷാമില അവരൊക്കെ 2ാമത്തെ വർഷമാണ്. ഫസ്റ്റ് ഇയർ ഞാൻ എക്സാം എഴുതിപ്പിച്ചവരാണ്. പറഞ്ഞോളൂ റഹീന. നല്ല ക്ലാസ് ആണ് മാമിന്റെ ക്ലാസ്, നല്ല മനസ്സിലാകുന്നുണ്ട്. ഇനി ജൂണിലെ എക്സാം അടുത്ത് ഞങ്ങള് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സാമിന്. ഞങ്ങള് റിവിഷൻ ലൈവ് ആയിട്ടാണ് നിങ്ങൾക്ക് കൂടി പ്രൊവൈഡ് ചെയ്യും. പക്ഷെ റെക്കോർഡിങ്സ് ഒന്നും ഇല്ല. അപ്പൊ കയറുന്നവർക്ക് ഇതുപോലെ ലൈവ് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അനക സെക്കൻഡ് ഇയർ ആണ്. ഒത്തിരി പേരുണ്ട്. ഞാൻ വിചാരിച്ച അവരൊന്നും കയറിയിട്ടില്ല. അവരൊക്കെ ലൈവ് കയറി 2-3 പേരാണെങ്കിലൊക്കെ ലൈവ് എടുക്കും. പക്ഷെ റെക്കോർഡിങ്സ് അപ്പൊ തന്നെ അവൈലബിൾ ആക്കി കൊടുക്കും. പിന്നെ സൈക്കോസ്റ്റയുടെ ഒരു പ്രത്യേകതയാണ്, അതും കൂടെ കാണിച്ചു തന്നേക്കാം. സ്റ്റഡി പ്ലാൻ മിക്കവരും ചിലപ്പോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. സ്റ്റഡി പ്ലാൻ ഇവിടെ എന്താണെന്നറിയോ, നമ്മുടെ സൈക്കോസ്റ്റയുടെ ഒരു പ്രത്യേകത, ഞാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഒരു സൈക്കോളജിസ്റ്റ് മെന്ററും ഒരു അക്കാഡമിക് മെന്ററും ഉണ്ടാവുന്നതിലാണ്. ബാക്കി വേറെ ആളുകളൊന്നുമില്ല. ഞാനും നിങ്ങളും മാത്രമുള്ള ഒരു എന്താ പറയാ അവിശുദ്ധ ബന്ധമാണ്. വേറെ ആരും ഇല്ല. ഞാൻ 106ന്റെ സ്റ്റഡി പ്ലാൻ കാണിച്ചു തരാം കേട്ടോ. എന്റെ അടുത്ത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് സൈക്കോസ്റ്റയുടെ വേറെ ഒരു സ്പെഷ്യാലിറ്റി. ഇതൊക്കെ ഞാൻ കുത്തിയിരുന്ന് എന്റെ കൈപ്പടയിൽ എഴുതുന്ന കേട്ടോ. വേറെ ആരും ഈ പണിയൊന്നും ഞാൻ ഏൽപ്പിക്കില്ല. ഇത് എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇത് സ്റ്റഡി പ്ലാൻ ആണ്. അതായത് ഓരോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് സൈക്കോസ്റ്റ പ്രൊവൈഡ് ചെയ്യും. അതായത് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്. സോ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ. ഓരോ സബ് ഇപ്പൊ നമ്മള് BPC 101 അങ്ങനെ
പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഏത് എക്സാം ആയിക്കോട്ടെ, ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ വരും. ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. സോ എല്ലാ സബ്ജക്റ്റിന്റെയും ഫസ്റ്റ് ചാപ്റ്റർ സൈക്വസ്റ്റ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സൈക്വസ്റ്റാന്ന് ടൈപ്പ് ചെയ്യുക, കോഡ് ടൈപ്പ് ചെയ്യുക, ഫസ്റ്റ് യൂണിറ്റ് അവിടെ കിടപ്പുണ്ട്. ചിലതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കിടപ്പുണ്ട്. സോ ഒരു 10 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പാക്കി തരാം. അതായത് ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ. സോ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ യൂട്യൂബില് നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇതാണ് സ്റ്റഡി പ്ലാൻ. ഇത് എല്ലാ സബ്ജക്റ്റിന്റെയും സ്റ്റഡി പ്ലാൻ. ഇതൊക്കെ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ. ആണോ, 13 ചാപ്റ്റർ ആണുള്ളത്. 13 ചാപ്റ്ററിലെയും സ്റ്റഡി പ്ലാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോ സൈക്കോസ്റ്റ് അറിയാത്തവരെ പരിചയപ്പെടുത്തതിൽ സന്തോഷം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ ആരോ ഒരാൾ ഒരു ക്വസ്റ്റ്യന് ഡൗട്ട് ചോദിച്ചു, അത് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ യൂട്യൂബിൽ വേണമെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിലും ഇട്ടേക്കാം. മാം അതിന്റെ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? ഷുവർ ഇടാം. ഞാൻ 109 തന്നെ ഇട്ടേക്കാം. അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരിക? ഫീസും കാര്യങ്ങളും നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൽ നമ്മളെ വളരെ അഫോർഡബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ മേടിക്കുന്നത് 9,000 ആണ്. 8,999 9,000 ആണ് മേടിക്കുന്നത്. 8 സബ്ജക്ട് ഇലക്ടീവ്സ് ഉൾപ്പെടെ 8 സബ്ജക്റ്റിന്. അതിൽ 4,500 അടച്ച് ജോയിൻ ചെയ്യാം. ബാക്കി മന്ത്ലി 1,000 എന്നുള്ള രീതിയിലേക്ക് അടയ്ക്കാം. സെക്കൻഡ് ഇയർ ആണെങ്കിൽ 10 സബ്ജക്റ്റിന് വെറും 10,000 ആണ് നമ്മൾ മേടിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാം. തേർഡ് ഇയർ ആകുമ്പോൾ 7 സബ്ജക്റ്റേ ഉള്ളൂ, 8,000 വരുന്നുള്ളൂ നിങ്ങളുടെ ഫീ. ഇതിൽ തന്നെ 10 സബ്ജക്ട്സ് നമ്മള് എലക്ടീവ് നമുക്ക് സെലക്ട് ചെയ്യാലോ? അതെല്ലാ എലക്ടീവ്സും. അതാണ് വേറൊരു പ്രത്യേകത സൈക്കോസ്റ്റയുടെ. ഒട്ടുമിക്ക എലക്ടീവ്സും ഉണ്ട്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് സൈക്കോളജി സ്റ്റുഡൻസിന്. സ്ട്രെസ് മാനേജ്മെന്റ്, ഇമോഷണൽ ഇന്റലിജൻസ്, സ്കൂൾ സൈക്കോളജി ഒക്കെ നല്ലതാണ് സൈക്കോളജി സ്റ്റുഡന്റിന്. ഒരു 8ഓളം ഇലക്ടീവ്സ് സൈക്കോസ്റ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലാണെങ്കിലും 9ഓളം ഇലക്ടീവ്സ് സൈക്കോസ്റ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്, വേറൊരു ടീച്ചർ സൈക്കോസ്റ്റയിൽ ഇല്ല. നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റ് മെന്റർ, അത് ഈ വർഷം മുതൽ തുടങ്ങിയതാണ്. ഒരു സൈക്കോളജിസ്റ്റും തന്നെ മെന്റർ ആക്കി നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അപ്പൊ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ മെന്റർ ആക്കിയിട്ട് ഒരു അക്കാഡമിക് കൗൺസിലറും ഉണ്ടായിരിക്കും. അപ്പോ നമ്മുടെ ജൈത്രയാത്രയുടെ ജൂൺ എക്സാമിന്റെ മിക്ക സബ്ജക്ട്സിന്റെയും ലൈവ് റിവിഷൻ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യുക. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന. സോ അത് നിങ്ങളുടെ എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അതർ ഡൗട്ട്സ്? എന്ന് മുതൽ ഇന്ന് മുതൽ ഇത് ഐസ് ബ്രേക്കിംഗ് സെഷനിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇടവിട്ടിട്ടാണ് ഫസ്റ്റ് ഇയർ സെക്കൻഡ്. അത് എക്സാം അനുസരിച്ചിരിക്കും. ഇപ്പം എക്സാമിന് 2 ദിവസം മുന്നേ റിവിഷൻ തന്നാൽ നല്ല എഫക്റ്റിൽ എക്സാം എഴുതാൻ പറ്റാറുണ്ട്. സോ ആ എക്സാമിന് അനുസരിച്ചിട്ടാണ് നമ്മൾ റിവിഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നാളെ മറ്റന്നാളൊക്കെ ഫസ്റ്റ് ഇയേഴ്സിന് ഇലക്ടീവ്സ് ആണ് വരിക. കാരണം ഫസ്റ്റ് ഇയേഴ്സിന് ഇലക്ടീവ്സ് ആണ് ആദ്യം നടക്കാൻ വേണ്ടി പോകുന്നത്. സോ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെയാണ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓരോ സബിന് അങ്ങനെ ക്ലാസ് എടുത്തരോ? അത് ക്രാഷ് ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അങ്ങനെ ജോയിൻ ചെയ്യാം. പക്ഷേ സെക്കൻഡ് ഇയർ ഒക്കെ ആണെങ്കിൽ റെഗുലർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഡെയിലി ലൈവ് ഉണ്ടായിരിക്കും. പെർ സബ് ആണെങ്കിൽ എങ്ങനെയാ ഫീ വരുന്നത്? അത് ക്രാഷ് ആയിട്ടാണ് വരുന്നത്. അത് 2 ഓപ്ഷൻസ് ഉണ്ട്. എക്സാം എഴുതാൻ മാത്രം ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട്, അല്ലാതെയും ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, എന്റെ നമ്പർ അതിൽ കൊടുക്കാം. മെസ്സേജ് അയച്ചാൽ കേട്ടോ. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സോ ഈ ക്ലാസ് ഞാൻ അവൈലബിൾ ആക്കി തരാം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഒന്നാമത് എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ വളരെ ചാൻസും ഉണ്ട്. സോ സെക്കൻഡ് ഇയേഴ്സിനൊക്കെ ആണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്, സൈക്കോസ്റ്റനെ പറ്റി അറിഞ്ഞില്ലല്ലോ, സൈക്കോസ്റ്റ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച്. അപ്പൊ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സെഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആ ഗ്രൂപ്പിൽ ഇടുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് നാളെ ലൈവില് കയറാൻ ഒരു മോട്ടിവേഷൻ ആവും. ചെയ്യുമോ എനിക്ക് വേണ്ടിയിട്ട് അതെങ്കിലും? അപ്പൊ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും നാളെ വന്ന് റീച്ച് എടുക്കാൻ. ചെയ്യും. മാഡം, നമ്മള് എക്സാം എഴുതുമ്പോ പേജ് നോക്കുന്നതിനേക്കാളും അതാണോ അതോ വേർഡ് നോക്കിയിട്ട് അങ്ങനെ എണ്ണിയിട്ട് അത്, അതായത്
500 വേർഡ്സ് പേജ് അങ്ങനെ നോക്കുന്നതാണ് ഉണ്ടാവും. ഏറ്റവും നല്ലത്. വേർഡ് നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 4 to 5 സൈഡ്സ് കണക്കാക്കിയാൽ മതി. പേജ് നോക്കണ്ട കേട്ടോ. അല്ല, വേർഡ് നോക്കണ്ട, പേജ് നോക്കിയാൽ മതി. 4 to 5 സൈഡ്സ്. അത്യാവശ്യം സ്പേസ് ഇട്ട് എഴുതുന്നതാണോ? അങ്ങനെ അങ്ങനെ അല്ല, നിങ്ങൾ എന്താന്ന് പറയുക, ഞാനിപ്പോ ഈ മോഡൽ അയച്ചിരിക്കുന്നത് എത്രയൊക്കെ എഴുതാമെന്ന് ഞാൻ ഇതും കൂടെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടും ഇത് ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ കേട്ടോ? അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ പിക്ചറൈസേഷൻ കാണുമ്പം ടീച്ചർക്ക് മനസ്സിലാവും. പേപ്പർ നോക്കണം, ഈ കുട്ടി ഈ പിന്നെ തിയറി മനസ്സിലാക്കിയിട്ടാണ് എപ്പോഴും മനസ്സിലാക്കി എഴുതുമ്പോഴാണ് പോയിന്റ്സ്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് സ്വന്തം ഭാഷയിൽ തന്നെ എഴുതാൻ പറ്റും. ഇങ്ങനെ ക്ലാസ് എടുത്ത് ഒരു വട്ടം വായിച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്വന്തം. ഇപ്പം ഈ ക്ലാസ് കേട്ട് ഒരു 50% കുട്ടികൾക്കും വൈഗോസ്കി ആരാണെന്നും ZPD എന്താണെന്നും സ്കാഫോൾഡിംഗ് എന്താണെന്നും പ്രൈവറ്റ് സ്പീച്ച് എന്താണെന്നൊക്കെ ഉള്ളത് തങ്ങിയിട്ടുണ്ടാവും. ഇനി ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ആയി. തങ്ങിയോ ആർക്കെങ്കിലും? തങ്ങിയോ? അപ്പൊ നിങ്ങളുടെ വിലയേറിയ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ ഐഷ. പറഞ്ഞ പോലെ ലേറ്റ് ആയി ഞാനും അറിയാനായിട്ട്. അപ്പൊ ഇനി ന്യൂ ഇത് എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ? നെക്സ്റ്റ് ഇയർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് നെക്സ്റ്റ് ഇയർ നമ്മള് ക്ലാസ്സസ് ഇപ്പം ജൂൺ പകുതി ആകുമ്പോഴത്തേക്കും നമ്മൾ ക്ലാസ്സും തുടങ്ങും. ഇപ്പം റിവിഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ജൂൺ പകുതി ആകുമ്പോ തന്നെ തുടങ്ങും. ഇവിടെ സൈക്കോസിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഫുൾ ക്ലാസ് നിങ്ങൾക്ക് തരും. എല്ലാ സബ്ജക്റ്റിന്റെയും ഫുൾ ക്ലാസ് തരും. അതിന് പുറമെയാണ് ഓരോ ക്ലാസ്സിന്റെയും ലൈവ്. ഒരു മാസം 2 സബ്ജക്ട് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ലൈവ് എടുത്ത് പോകും. അതോ പ്രീ റെക്കോർഡ് ക്ലാസ് ഇല്ല കേട്ടോ. സൈക്കോസ്റ്റയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് ഇല്ല. ഇതുപോലെയുള്ള നമ്മൾ കളിയും തമാശയൊക്കെ പറഞ്ഞ് കുറെ എന്റെ ചളിയൊക്കെ കേട്ടും നമ്മൾ രസകരമായിട്ട്, പിന്നെ കുറെ സൈക്കോളജിക്കൽ ടിപ്സ്, ടോക്സ്. ഐ എം എ പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ്. സോ ഇതെനിക്കൊരു സബ്ജക്റ്റ് അല്ലേ. സോ ആ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കാറുള്ളത്. എലക്ടീവ്സിന് മാത്രമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൈക്കോളജി അല്ലാത്ത സ്റ്റുഡൻസിനാണ്. യു ക്യാൻ കോൺടാക്ട് കേട്ടോ. ഓക്കെ. മാമിന് മെസ്സേജ് അയക്കാലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഷോ പലപ്പോഴും ഞാൻ മെസ്സേജ് കാണാത്തതുകൊണ്ടാണ് ഇപ്പൊ ഞാനൊരു സൈക്കോളജിസ്റ്റ് ഇതിനായിട്ട് നേരിടുന്നത്. കാരണം എന്നിലേക്ക് മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ട് അറൌണ്ട് 9,000 സ്റ്റുഡൻസ് എനിക്കുണ്ട്. ഞാൻ ഇതിനൊക്കെ മാത്രമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ MG, അതുപോലെ CUET-ക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ കേരള ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ആന്ധ്ര യൂണിവേഴ്സിറ്റിക്കും പല യൂണിവേഴ്സിറ്റീസിനൊക്കെ ക്ലാസ് കൊടുക്കാറുണ്ട്. ഇഗ്നോയിലാണെങ്കിൽ BA സൈക്കോളജിയും MA സൈക്കോളജിയും ചെയ്യുന്നുണ്ട്. സോ ഇച്ചിരി ബിസിയാണ്. അപ്പൊ എന്നിലേക്ക് ചിലപ്പോൾ എല്ലാവരുടെ മെസ്സേജും കാണാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റ് മെന്റർ. സോ ഷീ വിൽ ക്ലിയർ ദ ഡൗട്ട്സ്. എന്നിട്ടും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് എന്റെ അടുത്തേക്ക് വരും, ഞാൻ തന്നെ ക്ലിയർ ചെയ്തു. പക്ഷേ ഡൗട്ട്സ് ഒന്നും ചോദിച്ചാൽ ആരും വരാറില്ല. നമ്മൾ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തല്ലേ എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ക്ലിയർ ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് ഞാൻ പോവുള്ളൂ. എല്ലാവർക്കും മനസ്സിലായാലേ അടുത്ത പോയിന്റിലേക്ക് പോവുള്ളൂ. സോ ഡൗട്ട്സ് ഒന്നും അധികം വരാറില്ല. അതുകൂടാതെ നമുക്ക് അസൈൻമെന്റ് അസിസ്റ്റൻസും അതുപോലെ തന്നെ ഞങ്ങൾ ലൈവ് റിവിഷൻ ആയിട്ട് നടത്താറുണ്ട്. ലൈവ് റിവിഷൻ എക്സാം ആയിട്ട് അവരെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്റ്റഡി പ്ലാൻ, അതുപോലുള്ള എല്ലാ സപ്പോർട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ കേസസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ക്ലാസ്സസ് പോകുന്നത്. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് കേസ് ക്ലാസ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടുതരാം. നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് ഒരു ഡിസോർഡർ ഒക്കെ ക്ലാസ്, 3rd ഇയറിന്റെ ക്ലാസ് ആണ്, ഒരു ഡിസോർഡർ ഒക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താണ് ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? അപ്പോ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് ഗ്രൂപ്പിൽ പ്രതീക്ഷിക്കുന്നു. Hope the class was productive and informative. അടുത്തൊരു റിവിഷൻ സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ it's me, Afa Abdul Nafi, signing off. Bye-bye and take care. Good night. Thank you, ma'am. Thank you, ma'am.